നമസ്കാരം, ന്യൂസ് തീരിലേക്ക് സ്വാഗതം. വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദ്വിദിന പണിമുടക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് തുടരുക. എന്തായാലും രാജ്യം മുഴുവൻ നിശ്ചലമായിട്ടില്ലെങ്കിലും കേരളത്തിൽ പണിമുടക്ക് വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചു. വാഹന ഗതാഗതത്തെയും അതുപോലെ കടകളുടെ പ്രവർത്തനത്തെയും ഓഫീസുകളുടെ പ്രവർത്തനത്തെയും എല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യവ്യാപകമായി ചില സംസ്ഥാനങ്ങളിലെങ്കിലും പണിമുടക്ക് ശക്തമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ പണിമുടക്ക് അത്ര ശക്തമായിരുന്നില്ലെങ്കിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ പശ്ചിമ ബംഗാൾ, ഒഡീഷ തുടങ്ങിയ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തെ മൊത്തത്തിലെ പണിമുടക്കിൻ്റെ വിവരങ്ങളുമായി ഡൽഹി ബ്യൂറോയിൽ നിന്ന് ആദ്യം സംസ്ഥാനത്തെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എബി എബ്രഹാം ചേരുന്നു. SR സനൂപ് ചേരുന്നു. സനൂപിലേക്ക് ആദ്യം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, അടിസ്ഥാന ശമ്പളം 18,000 രൂപയായിട്ട് നിജപ്പെടുത്തുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ 48 മണിക്കൂർ പണിമുടക്ക് നടത്തുന്നത്. സംസ്ഥാനത്ത് BMS ഒഴികെയുള്ള 19 ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. സംസ്ഥാനത്തെ ഈ പണിമുടക്ക് പൂർണ്ണമെന്ന് തന്നെ നമുക്ക് പറയാം. രാവിലെ 5 മണി മുതൽ ഈ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ട്രെയിനുകൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ട്രെയിനുകൾ തടഞ്ഞത്. ഇവിടെ വേണാട് എക്സ്പ്രസ്, അതുപോലെ തന്നെ രപ്തിസാഗർ എക്സ്പ്രസ്, ജനശതാബ്ദി എക്സ്പ്രസ്, നാഗർകോവിലോട്ടുള്ള ഒരു ട്രെയിനുമാണ് തടഞ്ഞത്. ഈ ട്രെയിനുകൾ തടഞ്ഞത് തന്നെ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം ഏറെക്കുറെ താറുമാറാക്കിയ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലും ട്രെയിനുകൾ തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പല ട്രെയിനുകളും വൈകിയാണ് പുറപ്പെട്ടത്. അതിനോടൊപ്പം എത്തിച്ചേണ്ട സ്ഥലത്തും 1-2 മണിക്കൂറുകൾ വൈകിയാണ് ഈ ട്രെയിനുകൾ എത്തിച്ചേർന്നത്. KSRTC സർവീസുകൾ ഒന്നും തന്നെ നടത്തുന്നില്ല. പമ്പയിലോട്ടുള്ള, അതായത് ശബരിമലയിലോട്ടുള്ള സർവീസുകൾ മാത്രമാണ് KSRTC നടത്തുന്നത്. നിലയ്ക്കൽ നിന്ന് കോൺവോയ് അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണത്തിലാണ് ഈ പമ്പയിലോട്ടുള്ള സർവീസുകൾ KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാലും ഈ പണിമുടക്ക് ഏറെക്കുറെ ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകൾ തുറക്കുമെന്ന് അറിയിച്ചെങ്കിലും പല ജില്ലകളിലും ദേശവ്യാപകമായി എങ്ങനെ ഈ പണിമുടക്ക് ബാധിച്ചു എന്ന വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് റോബിൻ ചേരുന്നു. റോബിൻ, രാജ്യത്ത് എങ്ങനെയാണ് ഈ പണിമുടക്ക് ബാധിച്ചത്? എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഇത് ബാധിച്ചു. എന്താണ് വിശദാംശങ്ങൾ? അജിംസ്, ഇന്നത്തെ ഈ 2 ദിവസം ദ്വിദിന പണിമുടക്കിന്റെ ആദ്യ ദിവസമായ ഇന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഉത്തരേന്ത്യയിലടക്കം ഉണ്ടായത്. ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ വലിയ രീതിയിൽ ഈ പണിമുടക്ക് ബാധിച്ചില്ല എന്ന് പറയാം. പക്ഷേ CPM-ന് ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ പശ്ചിമ ബംഗാളിലടക്കം വലിയ രീതിയിൽ തന്നെ, ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഈ പണിമുടക്ക് നടന്നു എന്ന് പറയണം. പ്രകടനങ്ങളടക്കമുള്ളവയുമായി CPM ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ ഇന്ന് തെരുവിലിറങ്ങിയിരുന്ന കാഴ്ച കാണാനായി. ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയും ഉണ്ടായി. ഒരു സ്ഥലത്ത് പശ്ചിമ ബംഗാളിൽ സ്കൂൾ ബസ് CPM പ്രവർത്തകർ അടിച്ചു തകർത്തത് വലിയ രീതിയിൽ വിവാദമായി എന്ന് തന്നെ പറയണം. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയെന്നാണ് റോബിൻ മാത്യു നൽകുന്ന വിവരം. ഇനി മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിനിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് മധ്യ കേരളത്തെ സംബന്ധിച്ച് വലിയ ജനകീയമായ പിന്തുണയോടുകൂടി തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. വ്യവസായ നഗരമായ കൊച്ചിയെയും വലിയ രീതിയിൽ തന്നെയാണ് ഈ പണിമുടക്ക് ബാധിക്കുമെന്ന് കരുതിയതെങ്കിലും പൊതുഗതാഗത സൗകര്യങ്ങളുടെ അസൗകര്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും പൊതുജനങ്ങൾക്ക് ഉണ്ടാകാത്ത തരത്തിലാണ് ഈ പണിമുടക്ക് പുരോഗമിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. പ്രധാനമായും 5 ജില്ലകളിലെ തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിലായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ട്രെയിൻ തടയൽ സമരമടക്കമുള്ള സമരരീതികളുമായി തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ മറ്റൊരു സുപ്രധാനമായ കാര്യം, അയ്യപ്പ ഭക്തരടക്കമുള്ള
ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും അയ്യപ്പ ഭക്തരെ ഒഴിവാക്കിക്കൊണ്ടും നിർബന്ധിത കടയടപ്പിക്കൽ അല്ലെങ്കിൽ വാഹനം തടയൽ പോലുള്ള സമരരീതികൾ ഒഴിവാക്കിക്കൊണ്ട് നടന്ന പണിമുടക്ക് വലിയ ജനകീയ പിന്തുണയോടുകൂടി തന്നെയാണ് ലെവിൻ കെ വിജയനാണ് മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അടുത്ത് ഉത്തര കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി കിരൺ ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. കിരണിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് എതിരായിക്കൊണ്ട് ഈ പ്രഖ്യാപിച്ചിരുന്ന ഈ 48 മണിക്കൂറുള്ള ഈ പണിമുടക്ക് അത് ഏതായാലും മലബാറിലും വടക്കൻ ജില്ലകളിലും വളരെ പൂർണ്ണമായി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ ട്രെയിൻ തടയൽ സമരം ആരംഭിച്ചതോടുകൂടി തന്നെയാണ് ഈ പണിമുടക്ക് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വലിയ തോതിൽ ശക്തമായി തന്നെ വന്നത്. ഈ ട്രെയിൻ തടയൽ സമരം കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും ഒക്കെ വിവിധ ഇടങ്ങളിൽ ട്രെയിനുകൾ തടഞ്ഞു. ഇതിനെ തുടർന്ന് പല ട്രെയിൻ ഗതാഗതവും താറുമാറായി, പല ട്രെയിനുകളും വൈകുകയും ചെയ്തു. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ പലയിടത്തും ഒരിടത്തും തടഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ നേരത്തെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിരുന്നു കടകൾ തുറക്കുമെന്നുള്ള കാര്യം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ സംഘപരിവാറിൻ്റെ ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് മിഠായി തെരുവിൽ അതിനെ തുടർന്ന് കടകൾ തുറക്കുകയും സംഘർഷമുണ്ടാകുകയും കടകൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടതാണ്. അന്ന് പോലീസ് വളരെ നിസ്സംഗാവസ്ഥയിലായിരുന്നെങ്കിൽ കോഴിക്കോട് മിഠായി തെരുവിൽ ഇന്ന് പോലീസിൻ്റെ വളരെ ശക്തമായ സുരക്ഷ നമുക്കിന്ന് രാവിലെ കാണാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ വിവിധ കടകൾ മിഠായി തെരുവിൽ തുറന്നു. ഒപ്പം പുതിയ സ്റ്റാൻഡ് പരിസരത്തുള്ള ചില കടകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ വലിയങ്ങാടിൽ ചില കടകൾ തുറന്നു. പക്ഷേ പൂർണ്ണമായിട്ടും കടകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ആളുകൾ കൂടുതലായി വരാൻ മടിക്കുന്നത് കൊണ്ട്, അതായത് ബസ് അടക്കമുള്ള പൊതുഗതാഗതം ഇല്ലാത്തത് കൊണ്ട് ഈ കടകൾ തുറന്നു വെക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ലെന്ന് പൊതുഗതാഗത സംവിധാനം നിലച്ചതുകൊണ്ട് കോഴിക്കോട് ഉൾപ്പെടെ ഉത്തര കേരളത്തിൽ ഈ പണിമുടക്ക് ഏറെക്കുറെ ഹർത്താൽ പോലെ പരിണമിച്ചു എന്നാണ് കിരൺ നൽകുന്ന വിവരം. ഇന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ മുൻപ് അവിടെ കടയടപ്പിക്കാൻ കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ ശ്രമം നടത്തിയ സംഘർഷമുണ്ടായതുപോലെ തന്നെ ഇക്കുറിയും സംഘർഷമുണ്ടായി. കടകൾ തുറന്നവർക്കെതിരെ പണിമുടക്ക് അനുകൂലികൾ രംഗത്തെത്തുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി മുജീബ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ദേശീയ പണിമുടക്കുമായി സഹകരിക്കുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ ജീവനക്കാരുമെല്ലാം രാവിലെ മുതൽ തന്നെ ഉള്ള ഈ ഒരു പണിമുടക്കുമായി സഹകരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മലപ്പുറം ജില്ലയിൽ മിക്ക പട്ടണങ്ങളിലും നഗരങ്ങളിലെല്ലാം തന്നെ മിക്ക കടകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. അപൂർവം ചില കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു സംഘർഷം ഉള്ളെടുത്തത് മഞ്ചേരിയിൽ മാത്രമാണ്. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ മഞ്ചേരിയിൽ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തോതിലുള്ളൊരു സംഘർഷം ഉടലെടുത്തു. മഞ്ചേരി നഗരത്തിലുള്ള പ്രധാന കടകളിൽ ചിലത് തുറന്ന് പ്രവർത്തിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ട്രേഡ് യൂണിയൻ പ്രവർത്തകരെത്തി ഇത് അടക്കാൻ ആവശ്യപ്പെടുകയും ഈ സമയത്ത് പോലീസിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഏതായിരുന്നാലും വ്യാപാരികൾ ഉടൻ തന്നെ മലപ്പുറം SP-യുമായി ബന്ധപ്പെടുകയും തൊട്ടുടനെ തന്നെ മലപ്പുറം DYSP ജലീൽ തോട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘം തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നീട് വ്യാപാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഒരു കൊട തുറപ്പിക്കുന്ന സാഹചര്യവും നിലവിലുണ്ടായി. എന്നാൽ കൂടുതൽ കടകൾ നഗരത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഇതിന് കാരണം പൊതുജനങ്ങൾ കൂടുതലായി നഗരത്തിൽ നിന്നും ഉൾവലിഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ പിന്നീട് കടകൾ തുറക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പിന്നീട് കടകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജനത്തിരക്ക് കുറവായത് കൊണ്ട് തുറന്ന കടകൾ അടച്ചു പോവുകയാണ് ഉണ്ടായതെന്നാണ് മുജീബ് നൽകുന്ന വിവരം. ഇതാണ് ഹർത്താലിനെ കുറിച്ചുള്ള ഒരു പൊതുചിത്രം. ഹർത്താലിനെ കുറിച്ച് ഇന്ന് വി ശിവൻകുട്ടി MLA, അദ്ദേഹം CPM നേതാവും CITU നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ത്യ രാജ്യത്ത് ആകമാനം പ്രഖ്യാപിച്ചിട്ടുള്ള 48 മണിക്കൂർ നേരത്തെ ദേശീയ പണിമുടക്ക് കേരള സംസ്ഥാനത്ത് വൻപിച്ച വിജയമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പണിമുടക്ക് ഹർത്താലായി മാറുമോ അല്ലെങ്കിൽ കടകമ്പോളങ്ങൾ നിർബന്ധിച്ച് അടപ്പിക്കുമോ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന നേതാക്കൾ അക്കാര്യം വ്യക്തമാക്കുന്നതിനായിട്ട് തയ്യാറായി. തൊഴിലാളികളുടെ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊഴിലാളികൾ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ പണിമുടക്കും, മോട്ടോർ തൊഴിലാളികൾ പണിമുടക്കും, അതുപോലെ ഫാക്ടറി തൊഴിലാളികൾ പണിമുടക്കും. അങ്ങനെയുള്ള പണിമുടക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടകമ്പോളങ്ങളിലുള്ള തൊഴിലാളി പണിമുടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നിർബന്ധപൂർവം തൊഴിലാളികൾ ഇല്ലാത്ത സ്ഥലത്ത്
ഏതെങ്കിലും സ്ഥാപനത്തെ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കില്ല എന്ന് സംയുക്ത സമരസമിതിയുടെ സംസ്ഥാന റൈറ്റ്. നേതൃത്വം പ്രഖ്യാപിച്ചു. കടകൾ നിർബന്ധിച്ച് അടപ്പിക്കില്ല എന്നുള്ളതായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേരത്തെയുള്ള പ്രഖ്യാപനമെങ്കിലും ചിലയിടത്തെങ്കിലും അത് സംഘർഷമുണ്ടാക്കി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.